നടിയെ ആക്രമിച്ച കേസ് വിധിയിൽ നടൻ ദിലീപിനെ പിന്തുണച്ച് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ്. ദിലീപുമായി അടുത്ത ബന്ധമുണ്ട്. ദിലീപിന് നീതി കിട്ടി. സർക്കാർ വേറെ പണിയില്ലാത്തതിനാലാണ് അപ്പീൽ പോകുന്നതെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു. ആ കാര്യത്തില് ഞാന് ഒരു ഇപ്പോ നടി എന്നുള്ള നിലയിൽ ആ കുട്ടിയോടൊപ്പം ഒക്കെയാണ് ഞങ്ങൾ എന്ന് പറയുമ്പോഴും ഒരു നീതി എല്ലാവർക്കും കിട്ടും. ഇപ്പോ ശ്രീ ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നീതി ലഭ്യമായി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അദ്ദേഹം ഒരു കലാകാരൻ എന്നുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായി നേരിട്ട് ബന്ധമുണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ദിലീപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നീതി ലഭ്യമായി. കോടതി, അത് ബഹുമാനപ്പെട്ട കോടതി തന്നെയാണ് ആ നീതി. ദിലീപിനെ വേട്ടയാടിയെന്നാണ് പറഞ്ഞു വെക്കുന്നത്. സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഈ രാഹുൽ ഈശ്വറിനെ കടത്തിവെട്ടുമല്ലോ ഈ അടൂർ പ്രകാശ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് ആദ്യം രംഗത്ത് വരുന്നു, ഇപ്പോൾ ദിലീപിന് വേണ്ടി രംഗത്ത് വരുന്നു. ഇദ്ദേഹം യു.ഡി.എഫിൻ്റെ കൺവീനർ തന്നെയാണോ ശരിക്കും? ഷമിൽ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ കോടതി വിധി അങ്ങനെ വന്നതുകൊണ്ട് തന്നെ ദിലീപിനെ അനുകൂലിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല. പക്ഷേ അടൂർ പ്രകാശിൻ്റെ വാക്കുകൾ മുഴുവൻ പരിശോധിക്കുമ്പോൾ സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പീൽ പോകാനാണ് അടൂർ പ്രകാശ് പറഞ്ഞത്. ദിലീപുമായി അടുത്ത ബന്ധമുണ്ട്, ദിലീപിന് നീതി കിട്ടി. പക്ഷേ സർക്കാർ ഷമി, അതാണ് ദിലീപിനെ അനുകൂലിക്കുന്ന അപ്പുറത്തേക്ക് അപ്പീൽ പോകുന്നതിന് സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ എന്നാണ് അടൂർ പ്രകാശ് ചോദിക്കുന്നത്. അടൂർ പ്രകാശിന് വേണമെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി വിധിയെ അനുകൂലിക്കാം, ആ കാര്യത്തിൽ നിലപാടെടുക്കാം. പക്ഷേ അതിജീവിതയ്ക്കൊപ്പം എന്ന കോൺഗ്രസ് പാർട്ടിയും കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുണ്ടായ പ്രതികരണമാണ് സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പീലിന് പോകാൻ വേണ്ടി. സംസ്ഥാനത്തറിയാം, ഈ ഇടതുപക്ഷവും അല്ലെങ്കിൽ ഹൃദയപക്ഷത്ത് നിൽക്കുന്ന എല്ലാ ആളുകളും ഈ കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയില്ല, നീതി കിട്ടണം, അതിനനുസൃതമായി അപ്പീൽ പോകണമെന്ന് പറയുന്നു. ഇന്നലെ മന്ത്രി പി രാജീവ് തന്നെ മുഖ്യമന്ത്രിയുമായി വിഷയത്തിൽ സംസാരിച്ചുവെന്നും സർക്കാർ അപ്പീൽ പോകുന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. ഇതിനെയാണ് അടൂർ പ്രകാശ് പരിഹസിക്കുന്നത്. സർക്കാരിന് വേറെ പണിയൊന്നുമില്ലല്ലോ. ഈ അടൂർ പ്രകാശിൻ്റെ ഇത്തരം നിലപാടുകൾ തുടർച്ചയായി ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പിൽ അടൂരിൽ വെച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അതിജീവിതയ്ക്കെതിരെ അടൂർ പ്രകാശ് നടത്തിയ കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശമുണ്ട്. CPIM-ന് എപ്പോഴും ഇരകളെ കിട്ടാറുണ്ട്, അത്തരത്തിൽ കിട്ടേ ഇരയെന്ന നമ്മൾ ആ കാര്യം ചോദിക്കുമ്പോൾ അടൂർ പ്രകാശ് പറഞ്ഞ ഞാൻ UDF കൺവീനർ എന്ന 100% ഉറച്ചു നിന്നുകൊണ്ട് ഉത്തരവാദിത്വം നടത്തുന്ന പ്രസ്താവനയാണ്. അതിന് പിന്നാലെ അടൂർ പ്രകാശ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൽ കോടതി ഉത്തരവ് വന്ന ദിവസം കോന്നിയിൽ വെച്ച് കോന്നി നിയോജകമണ്ഡല ഭവനിൽ പ്രതികരിച്ചപ്പോൾ ആ കേസിൽ ചില കടുത്ത സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്തെ CPM നേതാവിനെ പരോക്ഷമായി പേര് പറയാതെ പറഞ്ഞുകൊണ്ട് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധ നിലപാട്. അങ്ങനെ അടൂർ പ്രകാശിൻ്റെ ഭാഗത്തുനിന്ന് ഏതാണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നിരന്തരം സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ വരികയാണ്. അത് കേവലം ദിലീപ് അനുകൂല മാത്രമല്ല, മറ്റു കേസുകളിലും അത്തരം നിലപാട് സ്വീകരിക്കുകയാണ്. ഇവിടെയാണ് വീണ ജോർജിൻ്റെ അല്പസമയം മന്ത്രി വീണ ജോർജ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ നടത്തിയ പ്രതികരണം വളരെ പ്രസക്തമാകുന്നു. മന്ത്രി വീണ ജോർജ് പറഞ്ഞത് അടൂർ പ്രകാശിൻ്റെയും അടൂർ പ്രകാശിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നിലപാട് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധതയാണെന്നാണ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. കാരണം അടൂർ പ്രകാശിൻ്റെ മാത്രമല്ല, അടൂർ പ്രകാശിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നിലപാട് അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധ നിലപാടെന്നാണ് മന്ത്രി വീണ ജോർജ് ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഇത് സർക്കാരും CPIM ഒക്കെ തന്നെ ഈ കേസിൽ അതിജീവിതയ്ക്കൊപ്പമാണ്, അവൾക്കൊപ്പം തുടർന്നുമുണ്ടാകും എന്നാണ് പറയുന്നത്. ഈ കാര്യത്തിൽ അടൂർ പ്രകാശ് മറ്റൊരു കാര്യം പറഞ്ഞത് രാഷ്ട്രീയ നേട്ടത്തിനായി സർക്കാർ അറസ്റ്റിനെ ഉപയോഗിച്ചു എന്നോ, ഒരു നടിയായിക്കോട്ടെ സാധാരണക്കാരി ആയിക്കോട്ടെ ഒരു യുവതി പീഡിപ്പിക്കപ്പെടുന്നു, ആ കേസിൽ സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നു, ഏത് ഉന്നതനെയും അറസ്റ്റ് ചെയ്യുമെന്ന സന്ദേശം കൂടി നൽകുന്നു. അതിനെ പോലും അടൂർ പ്രകാശ് കാണുന്നത് ആ അറസ്റ്റിനെ രാഷ്ട്രീയ നേട്ടമായിട്ടാണ്. ഇതിനെ കടുത്ത ഭാഷയിലാണ് മന്ത്രി വീണ ജോർജ് വിമർശിച്ചത്. ഇരയ്ക്കൊപ്പമാണ് സർക്കാർ. ഈ സ്ത്രീവിരുദ്ധത അടൂർ പ്രകാശിൻ്റെ മാത്രമല്ല, അടൂർ പ്രകാശിൻ്റെ പ്രസ്ഥാനത്തിൻ്റെയും നിലപാടെന്ന്. നടി അനുഭവിച്ച പീഡനം അവരെടുത്ത നിശ്ചയദാർഢ്യമുള്ള നിലപാടാണ് പോരാട്ടങ്ങളെ മുന്നോട്ട് നയിച്ചത്. എന്നാൽ വീണ ജോർജ് പറയുന്ന വാക്കുകളാണ് നടിയുടെ അനുഭവിച്ച പീഡനം അവരെടുത്ത നിശ്ചയദാർഢ്യത്തിലുള്ള നിലപാടാണ് പോരാട്ടങ്ങൾ നയിച്ചത്. ഇതിനെല്ലാമാണ് കരുവാരിത്തേക്കുന്ന തരത്തിലാണ് അടൂർ പ്രകാശിൻ്റെ പ്രതികരണം ഈ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ഉണ്ടായിരിക്കുന്നതെന്ന് നിർഭാഗ്യകരമായ കാര്യം തന്നെയാണ് ഷമി.